ഓരോ തവണയും വേദനിപ്പിക്കുന്ന വാർത്തകൾ എത്തുമ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. മരണം, അതും പെട്ടെന്നുള്ള മരണം, അപകട മരണങ്ങൾ, അത് തീർച്ചയായും എല്ലാവരുടെയും നെഞ്ചുലയ്ക്കും. വീട്ടിൽ നിന്ന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കിറങ്ങുന്നവരെല്ലാവരും തീർച്ചയായും ആരോഗ്യത്തോടെ വീട്ടിലെത്തണമെന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കാറുള്ളത്. നമ്മുടെ വീടുകളിലെ ആളുകൾ മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്കറിയാത്തവരും ഇതുപോലെ ഭാര്യയും മക്കളുമൊക്കെ കാത്തിരിക്കുന്നവരുമൊക്കെ അതിവേഗം ഒരു കുഴപ്പവുമില്ലാതെ വീട്ടിലെത്തണേ എന്നുള്ള പ്രാർത്ഥനകൾക്കപ്പുറം ഒരുപാട് ലോകമുണ്ട് ഇവിടെ. കഴക്കൂട്ടത്തെ ഹോട്ടലിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുന്ന അതേ വഴികളിലൂടെ ഷിബു ഇന്നലെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. 4 ദിവസത്തേക്ക് താങ്ങാനല്ല, ഉയിരായിരുന്നവരോട് അവസാന യാത്ര ചോദിക്കാൻ. അവയവദാനത്തിലൂടെ 7 പേർക്ക് പുതുജീവനേകിയ ചാത്തന്നൂർ ചിറക്കര ഇടവട്ടം ഷിജി നിവാസിൽ ഷിബുവിന് ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നാട് യാത്ര നൽകി. എങ്ങനെ ഏത് പറഞ്ഞ് ഇപ്പോൾ യാത്ര നൽകണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്നലെ ഉച്ചയ്ക്ക് 1:10 വാഹനങ്ങളുടെ അകമ്പടിയോടെ ഷിബുവിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര വീട്ടിലേക്ക് എത്തിയത്. ഷിബുവിനെ അറിയുന്നവരും അറിയാത്തവരുമായി നിരവധി പേരാണ് വീട്ടിന്റെ മുന്നിൽ തന്നെ തടിച്ചുകൂടിയത് ഷിബുവിനെ യാത്രയയക്കാനായി. അത്രമാത്രം വേദനയായിരുന്നു നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും. അത് പറഞ്ഞറിയിക്കാനാകില്ല. എൻ്റെ ഷിബുവേ, പൊന്നുമോനെ, എന്നെ തനിച്ചാക്കി അച്ഛൻ്റെ അരികിലേക്ക് നീ പോയല്ലോടാ എന്ന ഷിബുവിൻ്റെ അമ്മ ശകുന്തള നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്നത് കേട്ട് കണ്ടു നിൽക്കാനാകാതെ നാട്ടുകാർക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. അമ്മയെ ആശ്വസിപ്പിക്കാനാകാതെ സഹോദരി ഷിജിയും വിങ്ങിപ്പൊട്ടി. ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും അടക്കം വൻ ജനാവലിയായിരുന്നു ഷിബുവിനെ അവസാനമായി കാണാനായി എത്തിയത്. GS ജയലാൽ MLA അടക്കം ഒട്ടേറെ പ്രമുഖരും അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 14 വൈകിട്ട് ഇടവട്ടം ഷിജി നിവാസിൽ പരേതനായ രമേശന്റെയും ശകുന്തളയുടെയും മകൻ RS ഷിബുവിന് മുക്കൂട്ടുകുന്നിൽ വെച്ച് പരിക്കേറ്റു. 47 വയസ്സായിരുന്നു അദ്ദേഹം. വിദഗ്ധ ചികിത്സയ്ക്കായി 15 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 21 മസ്തിഷ്ക മരണം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. നേപ്പാൾ സ്വദേശിനി ദുർഗാകാമിക്ക് ഹൃദയം നൽകിയതിനൊപ്പം മറ്റ് 6 പേരുടെ ജീവിതത്തിലും പ്രകാശം പകർന്നു തന്നെയാണ് ഷിബു ഇപ്പോൾ യാത്രയായത്. ആ ഒരു ചെറിയ ആശ്വാസത്തിൽ മാത്രമാണ് കുടുംബം. തൻ്റെ മകൻ മറ്റുള്ള 7 പേർക്ക് കൂടി ജീവൻ നൽകിയല്ലോ എന്നും പുതുശ്വാസം നൽകി എന്നുള്ള ആശ്വാസത്തിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. എന്തു പറയുന്ന ആശ്വസിപ്പിക്കണമെന്നറിയില്ല. ഒരു കുടുംബത്തിലെ ഏക അത്താണിയാണ് നഷ്ടപ്പെട്ടത്. ആ അമ്മയുടെ എല്ലാമായ പുത്രനെയാണ് അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത്. അച്ഛൻ മരിച്ച സമയത്ത് പോലും അമ്മയെ കൈവെടിയാതെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിരുന്നൊരു മകൻ തന്നെയായിരുന്നു ഷിബു. അത് എത്രമാത്രം ആ അമ്മയുടെ കരച്ചിലിൽ കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഊഹിക്കാനാകുന്നു. അമ്മയ്ക്ക് ആരുമില്ലാതെയായി എന്നുള്ള ഒരു തോന്നലാണ് അമ്മയെ ഇപ്പോൾ ഇത്തരത്തിലൊക്കെ സംസാരിക്കാൻ തന്നെ എത്തിച്ചിരിക്കുന്നത്. അലറിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറം തന്നെയുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് ജീവിതം ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഷിബു ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് ആ അമ്മ ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് പറയുന്നതാണ് സത്യം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.